അധ്യായം 1. ആകാശത്തെപ്പറ്റിയൊരാഹ്വാനം. ചാക്കോ ഇപ്പോൾ ഗ്രാമക്കാർക്കൊരു ഹീറോ മാത്രമല്ല, അവൻ സ്വപ്നങ്ങളുടെ പ്രതീകം. ഒരു രാത്രി നക്ഷത്രങ്ങൾ അസാധാരണമായി തെളിഞ്ഞപ്പോൾ ആകാശത്തിൽ നിന്നൊരു നീല വെളിച്ചം ചാക്കോയുടെ ചിറകിൽ വീണു. അതൊരു ശബ്ദം. ചാക്കോ, നിന്റെ സ്വപ്നം ഭൂമിയിലൊതുങ്ങേണ്ടതില്ല. നക്ഷത്രരാജാവിനെ കണ്ടുവരിക. നക്ഷത്രരാജാവ് ആകാശത്തിലെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്ന മഹാജ്ഞാനി. അവൻ മനുഷ്യരും മൃഗങ്ങളും ചിന്തിക്കുന്ന സ്വപ്നങ്ങളെ ഒന്നുമാക്കി ഭാവിക്കായി സൂക്ഷിക്കുമെന്നാണ് വിശ്വാസം. ചാക്കോ മനസ്സിലാക്കി, ഇനിയും ഒരു പരീക്ഷണം അവനെ കാത്തിരിക്കുന്നു. അധ്യായം 2. ലോകയാത്രയുടെ തുടക്കം. ചാക്കോയുടെ കൂട്ടുകാർ തുങ്കു തത്ത, ടിങ്ടോങ്കി, ക്ലോക്കുമാൻ, മൈലോ മുയൽ, പുത്തൻ കൂട്ടുകാരൻ, മിന്നി മീൻ. സമുദ്രത്തിൽ വഴികാട്ടാൻ കഴിവുള്ള ചെറിയ കാർട്ടൂൺ മീൻ. അവരുടെ യാത്ര ഈ സമയം പർവ്വതവും കാടുമല്ല, ലോകത്താകെ. മിന്നി പറഞ്ഞു, നക്ഷത്രരാജാവിനെ കാണാൻ ഭൂമി ചുറ്റണം. ആകാശം തുറക്കുകയും നക്ഷത്രപാത കണ്ടെത്തുകയും വേണം. ചാക്കോ ചോദിച്ചു, നക്ഷത്രപാത എവിടെയാണ്? മിന്നി ചിരിച്ചു, അത് കണ്ണിന് കാണുന്ന വഴിയല്ല, വിശ്വാസം കാണുന്ന വഴിയാണ്. അധ്യായം 3. സമുദ്രത്തിന്റെ ലബിരിന്ത്. ആദ്യ തടസ്സം സമുദ്രത്തിന്റെ ലബിരിന്ത്. കടലിന്റെ മീതെ വെള്ളം വെടിക്കിട്ടുപോലെ പ്രകാശിക്കുന്നു. അവിടെ വലിയ മീനുകൾ, താഴെയുള്ള പാറകൾ, താതമായ തിരകൾ. മിന്നി പറഞ്ഞു, ഇവിടെ ഓരോ തിരയും തെറ്റായ വഴികാട്ടും. നന്ദിരം മാത്രം നമുക്ക് മുന്നോട്ടു പോകാൻ പാടില്ല. ചാക്കോ ചിറകുകളിൽ നിന്ന് തിളങ്ങുന്ന പ്രകാശം വെള്ളത്തിൽ വീണപ്പോൾ വഴി തെളിഞ്ഞു. വഴി കാണുന്നത് മിന്നിയല്ല, ചാക്കോയുടേതായിരുന്നു. മിന്നി, നിന്റെ സ്വപ്നത്തിന്റെ ശക്തി നിങ്ങൾക്കുള്ള വഴിയെ തുറക്കുന്നു. അധ്യായം 4. മണലിന്റെ മരുഭൂമി. അടുത്തത് മണലിന്റെ മരുഭൂമി. മണൽ പൊങ്ങിയും ചൂടും വിറയ്ക്കുന്ന നിമിഷങ്ങളും. മൈലോ ചിരിച്ചു, ഇവിടെ ചാടി നടക്കാൻ പാടില്ല, കനത്ത മണൽ. തുങ്കു പറഞ്ഞു, ഇതൊരു സ്ഥിരതയുടെ പരീക്ഷണമാണ്. ചാക്കോ പറഞ്ഞു, നീ ഇന്ന് വലിയ ചുവട് വയ്ക്കുന്നില്ലെങ്കിൽ നാളെ വലുതാവില്ല. അവർ ചെറിയ ചുവടുകൾ കൊണ്ട് മുന്നോട്ടുപോയി. പക്ഷേ മരുഭൂമിയുടെ നടുവിൽ മണിമരീചിക ഒന്നുമില്ലാത്തത് ഒന്നായി തോന്നുന്നു. അവർ തെറ്റി, വഴി തെറ്റി, വർഷത്തുപോലെ വലിഞ്ഞു. ടിങ്ടോങ്കി സമയം നോക്കി പറഞ്ഞു, നമുക്ക് സമയം കുറയുന്നു, പക്ഷെ നമുക്ക് വിശ്വാസം കൂടുന്നു. ചാക്കോ കണ്ണടച്ചു. മരുഭൂമി നമ്മെ തോൽപ്പിക്കില്ല, നാം നിർത്താതെ നീങ്ങും. വഴി തുറന്നു. അധ്യായം 5. നക്ഷത്രപാതയുടെ കവാടം. മരുഭൂമി അവസാനിച്ചപ്പോൾ വലിയ കല്ലിൽ ഒരു വാചകം. നക്ഷത്രപാത തുറക്കുന്നത് ചിറകല്ല, സത്യമുള്ള ഹൃദയം. ചാക്കോയുടെ നെഞ്ചിൽ സ്വപ്നപർവ്വതത്തിൽ കിട്ടിയ ഹൃദയത്തിന്റെ ചിറകുകൾ തിളങ്ങി. ആകാശം പുട്ടിപ്പൊളിഞ്ഞ പോലെ നക്ഷത്രങ്ങളുടെ നീളുന്നൊരു പാലം തുറന്നു. തുങ്കു ചിരിച്ചു, ഇത് ഭൂമിയിലെ വഴിയല്ല, സ്വപ്നങ്ങളുടെ വഴിയാണ്. അവർ ആകാശപാതയിലൂടെ പറന്നു. അധ്യായം 6. നക്ഷത്രരാജാവിന്റെ അരമന. നക്ഷത്രപാതയുടെ അവസാനം ഒരു വൻ പ്രകാശമുള്ള അരമനയുണ്ട്. നക്ഷത്രരാജാവ് മുഴുവൻ ധൂമകേതുവിന്റെ പ്രകാശം പോലെ ഗ്രഹംമേൽ തെളിഞ്ഞു. അവൻ ചാക്കോയോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ തേടിയത്? ചാക്കോ പറഞ്ഞു, എനിക്കെന്റെ സ്വപ്നം ലഭിച്ചു, പക്ഷേ ലോകത്തിന്റെ സ്വപ്നം അറിയണം. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കും എങ്ങനെ ചിറകു കൊടുക്കാമെന്ന് പഠിക്കണം. നക്ഷത്രരാജാവ്, അതാണോ നിന്റെ അവസാന ചോദ്യം? മറ്റുള്ളവർക്കായി ജീവിക്കാമോ? ചാക്കോ, എന്റെ സ്വപ്നം വലുതാവാൻ മറ്റുള്ളവരുടെ സ്വപ്നവും വലുതാകണം. നക്ഷത്രരാജാവ് ചിരിച്ചു, ചാക്കോ, നീ ഒരു കോഴി മാത്രമല്ല, വിവേകത്തിന്റെ യാത്രക്കാരൻ. നിനക്കൊരു രഹസ്യം പറയുന്നു. മറ്റുള്ളവരുടെ സ്വപ്നത്തിൽ നിങ്ങൾ ഒരു വെളിച്ചം തെളിയിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നം നക്ഷത്രമായി മാറും. അധ്യായം 7. ചാക്കോയുടെ വരം. നക്ഷത്രരാജാവ് അവനൊരു ചെറിയ നക്ഷത്രത്തുള്ളി നൽകി. ഇതൊരു സ്വപ്നത്തുള്ളി. ഇതൊരാളുടെ ഹൃദയത്തിൽ ചേർന്നാൽ അവന്റെ സംശയം അപ്രത്യക്ഷമാകും. അവൻ തന്റെ വഴിയെ കണ്ടുപിടിക്കും. ചാക്കോ കണ്ണില് പ്രകാശമിട്ട്, എനിക്കിതിന്റെ ശക്തി അറിയില്ല, പക്ഷെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഇതൊരാളുടെ ജീവിതം മാറ്റാൻ ഞാൻ ഉപയോഗിക്കും. നക്ഷത്രരാജാവ്, നീ മാറ്റുന്ന ജീവിതം നീ തീർത്തിരിക്കുന്ന യാത്രയുടെ ആരംഭമാകും. അധ്യായം 8. മടങ്ങിവരുന്ന യാത്രയും പുതിയ ലക്ഷ്യവും. ചാക്കോ, തുങ്കു, ടിങ്ടോങ്കി, മൈലോ, മിന്നി എല്ലാവരും ഭൂമിയിലേക്ക് മടങ്ങിവന്നു. ഗ്രാമം അവരെ കാത്തിരുന്നു. ചാക്കോയുടെ കയ്യിൽ പിടിച്ച നക്ഷത്രത്തുള്ളി എല്ലാവർക്കും ഒരു ചോദ്യമായി. ചാക്കോ പറഞ്ഞു, ഞാൻ ഇനിയൊരു യാത്രക്കാരനല്ല, ഞാൻ സ്വപ്നങ്ങളുടെ വിതരണക്കാരൻ. എല്ലാവരും വിസ്മയം. ചാക്കോ, ആ നക്ഷത്രത്തുള്ളി ആർക്കു നൽകും? ചാക്കോ ചിരിച്ചു, അത് ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല,
പക്ഷേ ഞാൻ കാണുന്ന ആദ്യം സംശയമുള്ള ഹൃദയത്തിന് ഇത് ഞാൻ നൽകും. അവന്റെ ജീവിതത്തെ പറക്കാൻ ഞാനൊരു ചെറിയ ചിറകു നൽകും. കഥയുടെ സന്ദേശം: 1. നിന്റെ സ്വപ്നം തിരിഞ്ഞത് ഇനഫല്ല, അത് മറ്റൊരാളെയും ഉയർത്തണം. 2. വലിയ യാത്ര വലിയ സ്വപ്നത്തിൽ മാത്രമല്ല, വലിയ മനസ്സിലും. 3. ലോകം ചുറ്റുകയല്ല പ്രധാനപ്പെട്ടത്, മറ്റുള്ളവരുടെ മനസ്സ് തുറക്കുകയാണ്. 4. നിന്റെ വിജയത്തിൽ മറ്റൊരാളുടെ സന്തോഷം ചേർന്നാൽ നീ നക്ഷത്രമാകും.